റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു വലം യകു ശൈആ ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശ്ശയാത്തീന സുമ്മ ലനുഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ്യാ ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا റബ്ബു സമാവാതി വൽ അർള്. റബ്ബു സമാവാതി വൽ അർള്. റബ്ബുൻ എന്ന പദം മുലാഫ് ആണ്. സമാവാതി എന്നതിലേക്ക് അത് മുലാഫ് ഇലൈഹിയാണ്. റബ്ബു സമാവാതി. അസ്സമാവാത്ത് എന്നുള്ള പദം ഷംസിയാണ്. സീൻ 14 അക്ഷരങ്ങൾ എന്തുണ്ടാവും? ഷംസിയയിൽപ്പെട്ടതാണ്. വൽ അർള് എന്ന പദം ഖമരിയാണ്. വമാ ബൈനഹുമാ ഫഅബ്ദുഹു ഫഅബ്ദുഹു എന്ന ഫാഇൻ്റെ അടുത്തുള്ള ഈ അലിഫുമ്മൽ കണ്ടില്ലേ, സ്വാദിൻ്റെ തല ഉണ്ട്. അതുപോലെ ഇവിടെയും സ്വാദിൻ്റെ തലയുണ്ട്, ഇവിടെയും സ്വാദിൻ്റെ തലയുണ്ട് അലിഫുമ്മൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അലിഫുകളൊക്കെ എന്താണ്? വസ്ലിൻ്റെ ഹംസാണ്, ഹംസത്തുൽ വസ്ൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൽ അർള് എന്നുള്ളിടത്ത് അലിഫുമ്മൽ കണ്ടില്ലേ, എന്ത് ആന്നുണ്ട് അവിടെ. നമുക്ക് അതിനെ വെളിവാക്കി തന്നെ ഓതണം. അത് ഹംസത്തുൽ ഖത്ത് ആണ്. ഫമാ അലൈന വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ത്വാ മിൻ ഹുറൂഫുൽ ഇസ്തിഅലായിൽ പെട്ടതാണ്. ത്വാ സ്വാദും അതുപോലെ തന്നെയാണ് ഇസ്തിഅലായിൽ പെട്ടതാണ്. ലിഇബാദത്തി എന്ന് നമുക്ക് വെക്കാൻ അതിന് മുകളിലൊരു ജീമുണ്ട്. അൽ വഖഫ് ജായിസാണ്, കൂട്ടി ഓതുന്നതിന് തെറ്റുമില്ല. പിന്നെ ഇവിടെ കണ്ടല്ലോ ഒരു യാ മർബൂത്താന്നോ എന്തോ പറയാം. അതായത് ഇതിനെ നമുക്ക് ഈ ലിഇബാദത്തിഹി എന്ന് നമ്മൾ 2 വിരൽ മടക്കുന്ന ആ സമയം നമ്മൾ അതിനെ നീട്ടണം. അത് പറയുമ്പോൾ തന്നെ 2 അക്ഷരമാകും, അല്ലെങ്കിൽ 2 വിരലിൻ്റെ സമയമാകും എന്നാണ് പറയുന്നത്. പിന്നെ ഹൽ തഅലമു ലഹു സമീയ. ഹൽ എന്നുള്ളിടത്ത് ലാമ് മീമ് അതൊക്കെ സുക്കൂനായി വന്നാൽ അതൊക്കെ ഹർഫ് മുദ്ഹറയാണ്. ഇവിടെ ഹൽ എന്നുള്ളത് കണ്ടോ, ഇതിന് സുക്കൂനുണ്ട്, അത് ഹർഫ് മുദ്ഹറ എന്ന് വെച്ചാൽ ഹൽ എന്ന് തന്നെ പറയണം എന്നർത്ഥം. ഹൽ തഅലമു ലഹു സമീയ. ലഹു എന്നുള്ളിടത്ത് ഇതിനെ ഈ ചെറിയ വാവിനെ 2 അക്ഷരത്തിൽ അല്ലെങ്കിൽ 2 ഫിംഗർ മടക്കുന്ന സമയം നീട്ടണം. സമീയ. വയഖൂലുൽ ഇൻസാനു. ഇൻസാനു എന്നുള്ളിടത്ത് ഈ അലിഫ് എന്താണ്? വസ്ലിൻ്റെ ഹംസാണ്. ഈ അലിഫ് എന്താണ്? ഖത്ഇൻ്റെ ഹംസാണ്. ഇൻസാനു എന്നുള്ളിടത്ത് സുക്കൂനായ നൂനിന് ശേഷം സീന് വന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൽ മദീനയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഖുർആനിൽ അച്ചടിക്കുന്ന ഖുർആനിൽ ആ സുക്കൂൻ അവിടെ ഉണ്ടാവില്ല. അപ്പം നമുക്കത് മനസ്സിലാക്കണം. എന്ത്? അതിന് ശേഷം വരുന്ന അക്ഷരം ഇഖ്ഫാൻ്റെ അക്ഷരമായതുകൊണ്ടാണ് അങ്ങനെ വരാതിരിക്കാൻ കാരണം. അപ്പോൾ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, മണിച്ചു ഓതണം. മൂക്കുകൊണ്ട് മണിച്ചോതണം. വയഖൂലുൽ ഇൻസാനു. പിന്നെ ഇദാ മിത്ന. ഇദാ മിത്ന എന്നുള്ളിടത്ത് അലിഫ് എന്താണ്? ഹംസത്തുൽ ഖത്ത് ആണ്. ഇദാ മിത്ന. ഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. ഉഖ്റജു എന്നുള്ളതും ഹംസത്തുൽ ഖത്ത് ആണ്. ഹയ്യ. അവല യദ്കുറുൽ ഇൻസാനു. ഇത് രണ്ടും ഇൻസാനാണ്. ഇതേപോലെ തന്നെ അവിടെയും
ഇത് ഇഖ്ഫ ആണ്. ഇഖ്ഫാന് 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ് സീന്. അന്ന എന്നുള്ളിടത്ത് നമ്മൾ അന്ന എന്ന് നൂന് മുശദ്ദദുമാണ്, അലിഫുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഓതണം. അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു. മിൻ എന്നുള്ളതിൻ്റെ കണ്ടോ ഇവിടെ സുക്കൂനിനെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ അക്ഷരം ഏതിൽപ്പെട്ടതാണ്? ഇഖ്ഫാൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. മിൻ ഖബ്ലു ഖബ്ലു അവിടെ ഇത് കുതുബ് ജദ്ദിൽപ്പെട്ടതാണ്. ബ് എന്നുള്ള ശബ്ദം തന്നെ ഉണ്ടായിരിക്കണം. കലത്തുമ്മൽ കൊട്ടിയാൽ കിട്ടുന്ന അതുപോലത്തെ ഒരു ചലന ശബ്ദം ഉണ്ടാവണം. ബ് മിൻ ഖബ്ലു. വലം യകു ഷൈഅ. വലം കണ്ടോ ഇവിടെ മീമുമ്മൽ സുക്കൂനുണ്ട്. അവിടെ വലം യകു എന്ന് പറയണം, അണിക്കാൻ പാടില്ല. വലം യകു ഷൈഅ. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. ഈസി തജ്വീദാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ബാക്കി പറയാം.